ഹായ് ഫ്രണ്ട്സ്, നിന്ന് ചിന്തിക്കാൻ തയ്യാറുള്ളവർക്കായി മാത്രം. ചരിത്രത്തിന്റെ മൂടുപടങ്ങൾ മാറ്റി നാം ഇത്രയും കാലം കേട്ടുശീലിച്ച ഒരു കഥയുടെ യഥാർത്ഥ വേരുകൾ തേടിയിറങ്ങുകയാണ് ഇന്ന് നമ്മൾ. ഇസ്ലാം എന്ന മതത്തിന്റെ ഗതി നിർണയിച്ച ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് ആ മതത്തെ വളർത്തിയെടുത്ത ബദർ യുദ്ധം. സത്യത്തിൽ ഇതിനെ ഒരു യുദ്ധമെന്ന് വിളിക്കണോ അതോ മറ്റെന്തെങ്കിലും പേരാണോ ഇതിന് കൂടുതൽ ചേരുക? അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം നീതിയുടെയും യുക്തിയുടെയും കണ്ണിലൂടെ ഈ ചരിത്രത്തെ ഒന്ന് നോക്കിക്കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ വിഷയം തെരഞ്ഞെടുക്കുമ്പോൾ മുസ്ലിംകളുടെ തന്നെ ഗ്രന്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തന്നെ അംഗീകരിച്ച ഇസ്ലാമിക ചരിത്രവും വികാസവും എന്ന ഗ്രന്ഥമാണ് ഞാൻ പഠനത്തിനായി എടുത്തത്. ഈ പുസ്തകം കേരളത്തിലെ ഒട്ടുമിക്ക മുജാഹിദ് മദ്രസകളിലും പാഠപുസ്തകമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രസക്തമെന്ന് തോന്നാം, പക്ഷേ ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. മക്കയിൽ ശത്രുക്കളുടെ മർദ്ദനമേറ്റ് പ്രാണരക്ഷാർത്ഥം മദീനയിലേക്ക് ഹിജറ പോയവരാണ് മുസ്ലിങ്ങൾ എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. എന്നാൽ ചരിത്രം സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാകും, പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നത് മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിന് ശേഷമാണ്. അവിടെയുള്ള ആളുകളുമായി സന്ധി ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് മാറുന്നത്. മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ അൻസാറുകൾ തങ്ങളുടെ വീടും സമ്പത്തും മാത്രമല്ല, അധികാരം പോലും പ്രവാചകനെ ഏൽപ്പിച്ചു. സമാധാനപരമായി അവിടെ കൃഷി ചെയ്തും ബിസിനസ് ചെയ്തും ഇസ്ലാം വളർത്താമായിരുന്നു. പക്ഷേ അവിടെ നടന്നത് മറ്റൊന്നാണ്. മക്കയിലെ ഖുറൈശികളുടെ ശക്തി തളർത്താൻ മദീനയിലിരുന്ന് മുസ്ലിങ്ങൾ ആലോചനകൾ തുടങ്ങി. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് പോകുന്ന കച്ചവട സംഘങ്ങളെ തടഞ്ഞ് അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പ്ലാൻ. അറിഞ്ഞിടത്തോളം ഖുറൈശികൾ അങ്ങോട്ട് വന്ന് ആക്രമിച്ചതുകൊണ്ടല്ല ബദറുണ്ടായത്. മറിച്ച് അവരുടെ കച്ചവട വഴിയിൽ പതിയിരുന്ന് അവരെ ആക്രമിക്കാൻ മുസ്ലിങ്ങൾ 5-6 തവണ ശ്രമിച്ചു. ഹിജറ 1-ാം വർഷം ഹംസയുടെ നേതൃത്വത്തിൽ 30 പേരെ അയച്ചു. പക്ഷേ അന്ന് ഏറ്റുമുട്ടലുണ്ടായില്ല. 2-മതും 3-മതും അവർ കച്ചവടക്കാരെ തടയാൻ പോയി. അപ്പോഴൊക്കെയും ഖുറൈശികൾ ഇവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആലോചിച്ചു നോക്കൂ, ആരെയാണ് ഭയപ്പെടുന്നത്? സമാധാനത്തിന്റെ വക്താക്കളെന്ന് പറയുന്നവർ മറ്റൊരു കൂട്ടരുടെ അധ്വാനത്തിന്റെ ഫലമായ കച്ചവട ചരക്കുകൾ പിടിച്ചെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് തൗഹീദിന്റെ സംരക്ഷണമാകുന്നത്? 4-മത്തെ ശ്രമത്തിൽ ഒരു ഖുറൈശി കൊല്ലപ്പെടുകയും 2 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. യുദ്ധം ഹറാമായ റജബ് മാസത്തിലാണ് ഇത് നടന്നത്. ആദ്യമായി രക്തം ചിന്തിയതാരാണെന്ന് ഇവിടെ വ്യക്തമാണ്. ഖുറൈശികൾ സമാധാനമായി കച്ചവടത്തിന് പോകുമ്പോൾ ഇവർ പതിയിരുന്ന് അവരെ കൊല്ലുകയായിരുന്നു. തുടർന്ന് ഹിജറ 2-ാം വർഷം അബുസുഫിയാന്റെ നേതൃത്വത്തിലുള്ള വമ്പിച്ചൊരു സംഘത്തെ തടയാൻ 313 പേരുമായി പ്രവാചകൻ പുറപ്പെടുന്നു. ഈ വിവരമറിഞ്ഞ അബുസുഫിയാൻ തന്റെ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ മക്കയിൽ നിന്ന് സഹായം തേടി. അങ്ങനെയാണ് അബുജഹലിന്റെ നേതൃത്വത്തിൽ 1000 പേർ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ലാതെ 1000 പേർ അങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ പ്രതിരോധിക്കാൻ പോയതല്ല മുസ്ലിങ്ങൾ. ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ പോയപ്പോൾ ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളാണ് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചത്. യുദ്ധക്കളത്തിൽ വെച്ച് പ്രവാചകൻ തന്റെ അനുയായികളെ ആവേശം കൊള്ളിച്ചത് രക്തസാക്ഷിത്വം വഹിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈത്തപ്പഴം തിന്നുകൊണ്ടിരുന്ന ഒരാൾ അത് വലിച്ചെറിഞ്ഞ് യുദ്ധത്തിന് പോയി മരിക്കുന്നത് സ്വർഗത്തിലെ ഹൂറിമാരെയും മദ്യപ്പുഴകളെയും മോഹിച്ചുകൊണ്ടാണ്. ഇത് ദൈവവിശ്വാസത്തെ എത്രത്തോളം തന്ത്രപരമായി അധികാരത്തിനായി ഉപയോഗിക്കാം എന്നതിന്റെ തെളിവാണ്. യുദ്ധം ജയിച്ചപ്പോൾ അവർ ചെയ്തതെന്താണ്? കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മൃതദേഹങ്ങൾ ഒരു പഴയ കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. മൃതദേഹങ്ങളെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചവരുടെ പ്രവൃത്തിയാണിതെന്ന് ഓർക്കണം. കൂടാതെ മക്കയിൽ വെച്ച് പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ടു എന്ന് പറയപ്പെടുന്ന ഉഖ്ബത്ത് ബിനു അബീ മുഅയ്ത്വീനെ അന്ന് പ്രവാചകൻ ക്ഷമിച്ചുവിട്ടു എന്നാണ് നാം കേട്ടിട്ടുള്ളത്. എന്നാൽ ബദറിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ആ മനുഷ്യനെ പ്രവാചകൻ അവിടെ വെച്ച് കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. അധികാരമില്ലാത്തപ്പോൾ കാണിക്കുന്ന ക്ഷമയല്ല, അധികാരം കിട്ടുമ്പോൾ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഒരാളുടെ യഥാർത്ഥ മുഖമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബദറിൽ അല്ലാഹു മലക്കുകളെ അയച്ചു എന്നാണ് വിശ്വാസം. എങ്കിൽ ഉഹ്ദിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു? അവിടെയും തൗഹീദിനു വേണ്ടിയല്ലേ അവർ പോരാടിയത്? സത്യത്തിൽ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് യുദ്ധതന്ത്രങ്ങളും ഭൗതികമായ സാഹചര്യങ്ങളുമാണ്. ഉഹ്ദിൽ കൺമുന്നിൽ കണ്ട യുദ്ധമുതലുകൾ വാരിക്കൂട്ടാനുള്ള ആക്രാന്തത്തിൽ പ്രവാചകന്റെ കൽപ്പന ലംഘിച്ച് ഓടിയവരാണ് മലക്കുകളുടെ സഹായമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നവർ. ചുരുക്കത്തിൽ ബദർ എന്നത് നീതിക്കു വേണ്ടിയുള്ള ഒരു വിശുദ്ധ പോരാട്ടമായിരുന്നില്ല, മറിച്ച് മറ്റൊരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാനും അധികാരം സ്ഥാപിക്കാനുമായി നടത്തിയ ഒരു നീക്കമായിരുന്നു എന്ന് ചരിത്രരേഖകൾ തന്നെ പറയുന്നു. ഇന്നും ഇതിന്റെ പേരിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നാം ആഘോഷിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതം പറയുന്ന മധുരവാക്കുകൾക്കപ്പുറം കൈപേറിയ ചരിത്രസത്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. സത്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തം കിട്ടിയവർ മാറി ചിന്തിക്കട്ടെ.